ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡാറ്റീവ് പ്രപ്പോസിഷനെ കുറിച്ചാണ്. അതായത് ഡാറ്റീവ് കേസിൻ്റെ ബാക്കി പാർട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, ഡാറ്റീവ് കേസിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കയറി കാണുക, നമ്മുടെ ചാനലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഡാറ്റീവ് പ്രപ്പോസിഷൻ നമുക്ക് തേർഡ് പൊസിഷനിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. തേർഡിലും ഫസ്റ്റിലും ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ആദ്യത്തെ പ്രപ്പോസിഷനാണ് അബ്. അബ് എന്ന് പറഞ്ഞാൽ ഫ്രം. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ വരുന്നതെന്ന് നോക്കാം. സബ്ജക്റ്റ്, വെർബ്, പ്രപ്പോസിഷൻ, ഡാറ്റീവ്, അക്യൂസാറ്റീവ്. ഡാറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് അല്ലേ? അപ്പോൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് പ്രപ്പോസിഷൻ ഏതാണ്? ഡാറ്റീവ് ആയതുകൊണ്ടാണ് ഡാറ്റീവ് പ്രപ്പോസിഷൻ്റെ കൂടെ തന്നെ എപ്പോഴും ഡാറ്റീവ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അക്യൂസാറ്റീവ്. അക്യൂസാറ്റീവ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, അബ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ടൈം അല്ലെ പ്ലേസ്. അപ്പോൾ ടൈമും പ്ലേസും പറയുമ്പോഴത്തേനും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിന് മുമ്പായിട്ട് വെക്കുന്നതാണ് അബ്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. അബ് എന്ന് പറഞ്ഞാൽ ഫ്രം. ഇഷ് ആർബൈറ്റെ അബ് ദെം മൊണ്ടാഗ്. ആർബൈറ്റനല്ല കേട്ടോ, മിസ്റ്റേക്കാണത്. ആർബൈറ്റ് എന്നാണ്. ഇഷ് ആർബൈറ്റെ അബ് ദെം മൊണ്ടാഗ്. മൊണ്ടാഗ് മുതൽ ഞാൻ ആർബൈറ്റ് ചെയ്യും. ഓക്കെ, തേർഡ് പൊസിഷനിലാണ് അബ് വന്നേക്കുന്നത്. അബ് വന്ന ഉടനെ നമ്മൾ ഡാറ്റീവിലേക്ക് അത് മാറ്റി ദെം മൊണ്ടാഗ് എന്നാക്കി. ദർ എന്നുള്ളത് ദെം മൊണ്ടാഗ്. ഓക്കെ, അത് നമുക്കിനി അബ് ഫസ്റ്റ് പൊസിഷനിൽ വരുമ്പോഴത്തേനും അബ് ദെം മൊണ്ടാഗ് ഗെഹെ ഈസ് ദാസ് പിക്നിക്. മൊണ്ടാഗ് മുതൽ ഞാൻ പിക്നിക്ക് പോകും. ഓക്കെ, das Geschäft ist ab diesem Montag geöffnet. അതായത് ഈ മൊണ്ടാഗ് മുതൽ സ്റ്റോർ ഓപ്പൺ ആയിരിക്കും. ഓക്കെ, ഈ സെൻറ്റൻസിൽ തേർഡ് പൊസിഷനിലാണ് അബ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ദീസം മൊണാറ്റ്, അതായത് ദീസർ മൊണാറ്റ് എന്നുള്ളത് ദീസമായി, അതായത് ഡാറ്റീവായി. അടുത്തതാണ് നാഹ്. ടുവേർഡ്സ് അല്ലെ ആഫ്റ്റർ എന്നാണ് മീനിങ് വരുന്നത്. നാഹ് ഈസ് യൂസ്ഡ് വിത്ത് ദ പ്ലേസ് നെയിം ദാറ്റ് ക്യാൻ ഹാവ് നോ ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ ഇല്ലാത്ത പ്ലേസ് നെയിമിനാണ് നമ്മൾ നാഹ് യൂസ് ചെയ്യുന്നത്. അപ്പം എക്സാമ്പിൾ, നാഹ് ദെം ടോയ്ഷ്കോസ് ഗെഹെ ഈസ് ദാസ് ഹൗസ്. ടോയ്ഷ്കോസിന് ശേഷം ഞാൻ ഹൗസിലേക്ക് പോയി. ഓക്കെ, ഫസ്റ്റ് പൊസിഷനിലാണ് നാഹ് വെച്ചിരിക്കുന്നത്. നാഹ് വെച്ച് കഴിഞ്ഞ് ഡാറ്റീവ് ദർ ഡോയ്ഷ്കൂർസ്, അത് ദെം ഡോയ്ഷ്കൂർസ് എന്നായി. ഓക്കെ, അടുത്ത എക്സാമ്പിൾ, നാഹ് ദം ആർബൈറ്റ് മാഹെ ഇഷ് സ്പോട്ട്. ആർബൈറ്റിന് ശേഷം ഞാൻ സ്പോട്ട് ചെയ്തു. അടുത്ത പ്രപ്പോസിഷനാണ് മിറ്റ്. മിറ്റ് എന്ന് വെച്ചാൽ വിത്ത്. ഓക്കെ, വിത്ത് സമ്മൺ ഓർ ട്രാൻസ്പോർട്ടേഷൻ, അതായത് ആരുടെങ്കിലും കൂടെ അല്ലെ ഇന്ന വണ്ടിയിൽ ഞാൻ വരുന്നത്. അപ്പം അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെ സമ്മൺ അതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് മിറ്റ് എന്നുള്ള പ്രപ്പോസിഷൻ. ഇപ്പോൾ സിമ്പാഷ്വൽ, ഇഷ് ഫാറെ മിറ്റ് ദം ബസ്. ഞാൻ ബസ്സിലാണ് ഞാൻ വരുന്നത് അല്ലെ പോകുന്നത്. ഇഷ് ലീവ്, അതായത് ഐ ലീവ് വിത്ത് മൈ ഫാമിലി ഇൻ എ ഹൗസ്. അതായത് ഇഷ് വോനെ വിത്ത് മൈനർ ഫാമിലീസ് ഇൻ ഐൻ ഹൗസ്. ഫാമിലീസ് എസ് ഇല്ല കേട്ടോ, ഫാമിലി ഇൻ ഐൻ ഹൗസ്. അടുത്ത പ്രപ്പോസിഷനാണ് ഔസ്, ഓഫ്, ഫ്രം, ഔട്ട് ഓഫ് എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. ഇത് നമ്മൾ എന്താണ് ഇന്നടുത്ത് നിന്നാണ് വരുന്നത്, ഒരു സ്ഥലത്ത് നിന്ന് വരുമ്പം അവിടെ നിന്നാണ് വരുന്നത് എന്ന് പറയുമ്പം യൂസ് ചെയ്യുന്നതാണ്. ഇഷ് കോമെ ഔസ് കേരള. ഓക്കെ, തേർഡ് പൊസിഷനിൽ വന്നുകൊണ്ടോ. മറിയ കോംഡ് ഹൗസ് ദർ ഷ്വൈസ്. ഷ്വൈസ് എന്ന് വെച്ചാൽ സ്വിറ്റ്സർലാൻഡ് എന്നാണ്. അടുത്തത് സൈറ്റ്, സിൻസ്, ഫോർ എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. അതായത് എന്താണ്, എക്സാമ്പിൾ നോക്കാം. എന്ന് മുതലാണ് ബെർലിനിൽ താമസിക്കുന്നത് എന്ന് ചോദ്യമായിട്ട് ചോദിക്കുന്നത്. സൈറ്റ് 1 wohnen Sie in Berlin. അപ്പോൾ ആൻസർ പറയാം, സൈറ്റ് einem Jahr wohne in Berlin. wohne ich in Berlin അങ്ങനെ പറയാം. അടുത്തത് നമ്മളിത് തേർഡ് പൊസിഷനിൽ പറയുവാണെങ്കിൽ ich wohne seit einem Jahr in Berlin അങ്ങനെ പറയാം. ഓക്കെ, സിൻസ് വെൻ ഹാവ് യു ബീൻ ലേണിംഗ് ജർമ്മൻ. എത്ര നാളായിട്ടാണ് ജർമ്മൻ പഠിക്കുന്നത്. സൈഡ് 1 ലേൺസ് ഡോയിഷ് എന്ന് ചോദിക്കും. അപ്പോൾ ആൻസർ ഇഷ് ലേണിംഗ് einem Monate Deutsch അല്ലെ einem Jahre
ടോയ്സ്. അടുത്തത് ഫോൺ, ഫ്രം, ഓഫ് എന്നൊക്കെയാണ്, അല്ലെങ്കിൽ ഓഫ് എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെപ്പോഴും ഈ ഫോൺ യൂസ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ ഡാറ്റീവോടെ യൂസ് ചെയ്ത് പറയാറുണ്ട്. അതായത് ഫോൺ പ്ലസ് ദെം. ആ ദെം എന്നുള്ള ആർട്ടിക്കിൾ വരുമ്പോൾ നമ്മൾ എന്താണ്, ഇതിനെ നമുക്ക് എളുപ്പത്തിന് നമ്മൾ ഫോം എന്ന് നമുക്ക് ആഡ് ചെയ്യാം. ഫോം എന്നും എഴുതാം, അല്ലെങ്കിൽ ഫോം ദെം ടോയ്സ് കോഴ്സ് അങ്ങനെയും പറയും. ഓക്കെ, അല്ലെങ്കിൽ ഫോൺ ദെൻ, ഫോൺ ദെൻ എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ ഫോൺ ദെൻ എന്ന് ചേർത്ത് എഴുതാം, അല്ലെങ്കിൽ ഫോൺ ദർ എന്ന് എഴുതാം. ഓക്കെ, ഫോൺ ദർ എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, ഫോൺ ദർ എന്ന് എഴുതാം. അപ്പം എക്സാമ്പിൾ നോക്കാം. ഞാനിപ്പോൾ വരുന്നത് ടോക്ടൻ്റെ അടുത്തു നിന്നാണ്. ഇഷ് കോമെ യെറ്റ്സ് ഫോം ആർട്സ്. ഓക്കെ, അല്ലെങ്കിൽ അതവിടെ ഫോൺ ദെം ആർട്സ്, അതും തെറ്റില്ല, ശരിയാണ്. അങ്ങനെ രണ്ട് രീതിയിലും എഴുതാം. അടുത്ത എക്സാമ്പിൾ, ദസ് ഹെസൻ ഫോൺ ദ ക്യാൻറ്റീനി ഈസ് സൂപ്പർ. ക്യാൻറ്റീനിലെ ഹെസൻ സൂപ്പറാണ്. അടുത്തത് ബൈ എന്നുള്ള പ്രപ്പോസിഷനാണ്. വിത്ത്, അറ്റ്, നിയർ ടു എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. അതായത് ഇത് യൂസ് ചെയ്യുന്നത് പ്ലേസ്, ടൈമൊക്കെ വരുമ്പോഴത്തേനാണ് നമ്മൾ ബൈ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ബൈന് നമ്മൾ ബൈ പ്ലസ് ദെം, എം അവിടെ ഇല്ല കേട്ടോ, മിസ്റ്റേക്കാണ്. ബൈ പ്ലസ് ദെം എന്ന് വരുമ്പം ബൈ എന്ന് വരും. ബൈ പ്ലസ് ദർ, ബൈ ദ, ബൈ പ്ലസ് ദെൻ, ബൈ ദെൻ, അങ്ങനെ. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ വരുന്നത് ഇഷ് ബിൻ ബൈയിങ് ആർട്സ്, അല്ലെങ്കിൽ ബൈ ദെം ആർട്സ്. വോ ബിസ് ദു, എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ പറയാം, അങ്ങനെ. ഓക്കെ, ഇഷ് ബിൻ ബൈ ദുൻ നാഗ്പാർ. നാഗ്പാർ എന്ന് പറഞ്ഞാൽ എന്താണ്, നെയ്ബർ എന്നാണ്. ദി നെയ്ബർ, ദി ആണ് ആർട്ടിക്കിൾ വരുന്നത്. ഓക്കെ, അടുത്തതാണ് സൂ. സൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എന്നാണ് മീനിങ് വരുന്നത്. It is used the meaning of somebody or something towards a specific person or place. അതായത് ഒരു സ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ അടുത്തേക്ക് പോകുവാണെന്ന് നമ്മൾ പറയാനാണ് യൂസ് ചെയ്യുന്നത് സൂ. ഓക്കെ, അപ്പോൾ സൂവിനെ നമുക്ക് എന്താണ് സ്പ്ലിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ചേർത്ത് എഴുതാൻ പറ്റും. അപ്പോൾ സൂ പ്ലസ് ദർ എന്നാണ് സുർ എന്ന് എഴുതാം. സൂ പ്ലസ് ദെം എന്നാണ് സും എന്ന് എഴുതാം. സൂ പ്ലസ് ദെൻ ആണ് സുദൻ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇഷ് കേഹെ സും ടോയ്സ് കോഴ്സ്. ഞാൻ ടോയ്സ് കോഴ്സിലേക്ക് പോവുകയാണ്, എൻ്റെ ടോയ്സ് കോഴ്സിൽ പോവാണ്. ഇഷ് കേഹെ സുർ ആർബൈറ്റ്, ഞാൻ ആർബൈറ്റിന് പോകുവാണ്. ഇഷ് കേയെ സും ഒങ്കൾ. ഒങ്കൾ എന്ന് പറഞ്ഞാൽ അങ്കിൾ എന്നാണ്, അങ്കിളിൻ്റെ അടുത്തേക്ക് പോകുവാണ്. വേണം നമുക്കവിടെ പൊസസീവ് ആർട്ടിക്കിളിൽ ചേർത്ത് പറയാം. ഇഷ് കേയെ സും മൈനം ഒങ്കൾ എന്ന് പറയാം. ആ സുമ്മിനെ നമ്മൾ വെറുതെ സൂ മൈനം ഒങ്കൾ എന്നും പറയും. അപ്പം ഇത് രണ്ടും ശരിയാണ്. പൊസസീവ് പേഴ്സണൽ പ്രൊനോമൻ അറിയാൻ മേലാത്തവർ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് വീഡിയോ, അത് കയറി കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം അതുകൂടെ ആഡ് ചെയ്താണ് ഇവിടെ പറയുന്നതെങ്കിൽ നമുക്ക് എന്താണ് സുമ്മെന്നും പറയാം, അല്ലെങ്കിൽ സൂന്നായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ള നമ്മുടെ 8 പ്രൊപ്പോസിഷനാണ് ഡാറ്റീവിനകത്തുള്ളത്. അപ്പം ഇത് തേർഡ് പൊസിഷനിലും ഫസ്റ്റ് പൊസിഷനിലും വെക്കും. അതുപോലെ തന്നെ ഡാറ്റീവ് പ്രപ്പോസിഷൻ വെക്കുമ്പോൾ ഡാറ്റീവ് തന്നെയായിരിക്കും അടുത്തത് ഒപ്പം വെക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് ഡാറ്റീവ് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചൂസ്.